അപ്പോൾ ഈ ഒരു കൊല്ലം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 1 മന്ത് ഏകദേശം കഴിയാറായി. സോ ഇപ്പോഴും നിങ്ങളൊരു മടി പിടിച്ച് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ കുറച്ചധികം ആപ്ലിക്കേഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോഴും നിങ്ങൾ തീരെ പ്രൊഡക്റ്റീവ് ആവാണ്ട് പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഉഴപ്പിയൊക്കെ നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നോട്ട്സ് ആണ്. നമ്മൾ നോട്ട്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതായിരിക്കും അതിൻ്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ നോർമലി ഫോണിലുള്ള നോട്ട്സ് അല്ലാണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ് ഇത് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ താഴെയായിട്ട് ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോട്ട് ചെക്ക് ലിസ്റ്റ് പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ടാവും. ചെക്ക് ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടു ഡു ലിസ്റ്റ് ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. നോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മീറ്റിംഗ്സോ കാര്യങ്ങളോ എന്തെങ്കിലും അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് നോട്ടായിട്ട് സെറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം നോട്ട് എന്നുള്ള ഒരു ഭാഗം ക്ലിക്ക് ചെയ്യാം. നോട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ടൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ യൂട്യൂബ് ഷൂട്ട് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്യുക. അതായത് യൂട്യൂബിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ ഇതിൽ വേണമെങ്കിൽ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ ഇത് നോട്ടിഫിക്കേഷനിൽ പിൻ ചെയ്ത് വെക്കാനും പറ്റും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാനും പറ്റും. ഇത് നമ്മളിപ്പോൾ ജസ്റ്റ് ബാക്ക് പോയിന്റ് ക്രിയേറ്റ് ന്യൂയിലേക്ക് വന്ന് ചെക്ക് ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ടാസ്ക് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് ഇപ്പോൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കുറേയധികം ക്ലയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡെയിലി വർക്ക് നിങ്ങൾക്ക് ഇതിൽ നോട്ട് ചെയ്ത് വെക്കാം. അതായത് ഏത് വർക്കാണ് പ്രയോറിറ്റി എന്നുള്ളത് ഇവിടെ ചെക്ക് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിൻ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ ബാറിൽ നിങ്ങൾക്ക് പിൻ ചെയ്ത് നോക്കാൻ പറ്റും. വർക്ക് കഴിയുന്നതിനനുസരിച്ച് അതായത് നിങ്ങൾ ഒരു ദിവസം രാവിലെ എണീച്ച് ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണെന്ന് വർക്കുള്ളത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് അതനുസരിച്ച് വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ദിവസം വളരെ പ്രൊഡക്റ്റീവായിട്ട് എൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയുന്നത്. നിങ്ങൾ നോട്ട്സ് അതേപോലെ ടു ഡു ലിസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. then നമ്മളിവിടെ സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കുറേയധികം തീംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നോട്ടിഫിക്കേഷൻ ആക്ഷൻ അതേപോലെ പിൻ ബൈ ഡിഫോൾട്ട്, അതായത് ഡിഫോൾട്ട് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് നോട്ട് ആഡ് ചെയ്താലും പിൻ ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനത്തെ കുറേയധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടാണ്. നിങ്ങൾ അവിടെ എന്തായാലും ഡൗൺലോഡ് ചെയ്തൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോൾ സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്ന് റീല് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങിയ സമയം പോകുന്നത് നമ്മൾ അറിയില്ല. ഇപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് ഒക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും. അപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ നമ്മൾ എന്തിനാണോ ഫോൺ എടുത്തത് ആ ഒരു കാര്യം നമ്മൾ മറന്നു. സോ നമ്മൾ എത്ര സമയമാണ് നമ്മുടെ ഫോൺ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ടൈമറാണ് അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഫോൺ യൂസേജിന്റെ ടൈം അല്ല, അത് നമുക്ക് ഫോണിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ റെമിറ്റ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതായിരിക്കും അതിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ടൈമേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ഓരോ കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ടൈമേഴ്സ് ആഡ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് ഒരു ടൈം സെറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് സെറ്റ് ചെയ്യുക. ദെൻ ഡിസ്ക്രിപ്ഷനോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്താവണം കൊടുക്കുക. ദെൻ നിങ്ങൾ ഏതെങ്കിലും ഒരു കളർ ഇതേപോലെ ചൂസ് ചെയ്ത് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞൊരു സംഭവം വരും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് അവിടെ ജസ്റ്റ് ഓൺ ചെയ്തിടുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുക. നിങ്ങൾ ഒരു ദിവസം എത്ര ടൈം അത് ദെൻ ഇൻസ്റ്റാഗ്രാം എന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഒരു ദിവസം എത്ര ടൈമാണ് ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി വേസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എത്ര ടൈമാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ അടുത്തൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം മാത്രമല്ല, നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടോ, അതായത് നിങ്ങളിപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് കാര്യത്തിനാണെങ്കിലും ഈ ഒരു സംഭവം ഉപയോഗിക്കാം. ഇനി പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യുക, അതായത് പ്രൊഡക്റ്റീവ്, അതായത് നിങ്ങളിപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ ചെയ്യണം എന്നുള്ള ആൾക്കാരാണ്, അങ്ങനെ ഒരു ഇതിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടൈമർ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് സ്ക്രിപ്റ്റിംഗ് കൊടുക്കുകയാണ്. ഓക്കെ, യൂട്യൂബ് സ്ക്രിപ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് നിങ്ങളൊരു കളർ ചൂസ് ചെയ്യുക. ഇവിടെ താഴെയായിട്ട് ഗോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു 2 hours കൊടുക്കാം. 2 hours കൊടുത്തിട്ട് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ യൂട്യൂബ് സ്ക്രിപ്റ്റ് പറഞ്ഞൊരു സംഭവം ഗോൾ 2 hours ഉണ്ടാവും. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. 2 hours കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. ഓക്കെ, അതായത് നിങ്ങൾ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ എത്ര ടൈമാണോ, ഇപ്പം 8 hours വർക്ക് ചെയ്യുന്നവരുണ്ടാവും, 9 hours വർക്ക് ചെയ്യുന്നവരുണ്ടാവും. ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ കുറേ അധികം വർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓരോ വർക്കിന് ഇത്ര ടൈം എന്നുള്ള നോട്ടിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും നിങ്ങളുടെ ആ ഒരു ദിവസം പ്രൊഡക്റ്റീവ് ആക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വന്ന് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ലിങ്ക് വന്ന് ഞാൻ ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ അവിടെ ഡൗൺലോഡ് ചെയ്തൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത നമ്മുടെ ആപ്ലിക്കേഷനും വന്ന് ഒരു നോട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ നോക്കുന്ന സമയത്ത് ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഫോക്സി നോട്ട് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. ഇപ്പോൾ എൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ രണ്ടാമത്തെ നോട്ടിൻ്റെതാണ് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുന്നത്. അതായത് ഇപ്പോൾ എല്ലാവർക്കും എല്ലാ ആപ്ലിക്കേഷനും ഇഷ്ടപ്പെടണമെന്നില്ല. ചിലതിന്
ഇതിൻ്റെ ഇൻ്റർഫേസ് ഇഷ്ടപ്പെടാത്തവർ, അതുകൊണ്ടാണ് ഈ 2 നോട്ട്സ് വെച്ചത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ജസ്റ്റ് ഓപ്ഷൻ ഉണ്ടാവും. അതേപോലെ ലിങ്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. ലിങ്ക് പറഞ്ഞ പ്രീമിയം ആണ്, ഇതൊരു പ്രീമിയം ആപ്ലിക്കേഷൻ ആണ്. അതായത് ഇതിൻ്റെ പ്രീമിയം എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കിട്ടുന്നതാണ്. നേരത്തെ പ്രീമിയോ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെയായിട്ടും കുറച്ചധികം ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഡെയിലി പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ദെൻ നിങ്ങൾ ഈ ഒരു ബട്ടൺ കണ്ടില്ലേ, അതായത് ഈ ഒരു ഇപ്പോൾ ഞാൻ ഇവിടെ ഹായ് എന്നുള്ള ഒരു സംഭവം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ കളർ ഉണ്ടാവും, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല. അതായത് ഓരോ കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഓരോന്ന് ആഡ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഹായ് ആഡ് ചെയ്തു, അടുത്തൊരു ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ഹലോ ആഡ് ചെയ്തു. നിങ്ങൾക്ക് അതിനിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ സെലക്ട് ചെയ്തിട്ട് വേറെ കളർ കൊടുക്കുക, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ഹായ് ഹലോ എന്നാണ് കൊടുത്തത്. ഇവിടെ നോട്ട്സ് എന്ന് പറയുമ്പോൾ പല ആൾക്കും പല രീതിക്കായിരിക്കും ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ഓരോ കളറിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇതിനുള്ള കുറേയധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾ കുറേ അധികം നോട്ട്സ് ആഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ടൈപ്പ് ചെയ്ത് ഇവിടെ സെർച്ച് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചിത്രം വരക്കാനുള്ള ഓപ്ഷൻ, അതായത് ചിത്രം വരക്കാൻ എന്നല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും റാൻഡായിട്ട് റൈറ്റ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു കിഡിലെ ആപ്ലിക്കേഷനാണ് ഇത് എന്ന് പറയുന്നത്. സോ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. ഈ ഒരു ആപ്ലിക്കേഷനും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫയൽസ് ഒക്കെ ഈസി ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയ കിഡിലെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്, വോം ഹോൾ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസ്. വളരെ മിനിമലിസ്റ്റ് ആയിട്ടുള്ള സെൻഡ് റിസീവ് സെറ്റിംഗ്സ്, അതുപോലെ റീസെൻറ്റ് ഫയൽ, ഇത്ര മാത്രമേ ഇതിലുണ്ടാവും. ഇവിടെ സെൻഡ് ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഫയലാണോ ഷെയർ ചെയ്യേണ്ടത് ആ ഒരു ഫയലൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡിനെ ജസ്റ്റ് ആഡ് ചെയ്യുക. വിത്തിൻ സെക്കൻഡ്സ് തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്ക്രീൻ റെക്കോർഡ്, അതായത് ഇപ്പോൾ സംതിങ് കുറേയധികം MB വരുന്ന ആ ഒരു സംഭവം ഇതിൽ വളരെയധികം സിമ്പിളായിട്ട് ഒരു QR കോഡായിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. QR കോഡ് മാത്രമല്ല, അതിൻ്റെ താഴെയായിട്ട് ഒരു കോഡ് നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് രണ്ടുമാണ് ഷെയർ ചെയ്യേണ്ട ഓപ്ഷൻ. ഇത് പറഞ്ഞാൽ നമ്മൾ നോർമൽ ക്യാമറയിൽ സ്കാൻ ചെയ്താൽ കിട്ടില്ല. നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ നമ്മൾ സ്കാൻ ചെയ്യണം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ലീവ് ചെയ്തിട്ട് റിസീവിലേക്ക് വരുന്ന സമയത്ത് വേണ്ട കോഡ് അടിക്കാനുള്ള ഓപ്ഷനുണ്ട്, അതേപോലെ QR സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ആ ഒരു QR നിങ്ങൾ ആർക്കാണോ അയച്ചു കൊടുക്കുന്നത് ജസ്റ്റ് അയച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കോഡ് സെൻഡ് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഫയൽസ് അവർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ വേർഡ് കൗണ്ട്, തീം, അങ്ങനെ കുറച്ചധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് മെയിനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലൊന്നുമില്ല. മെയിനായിട്ട് നമ്മൾ ഫയൽസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കിഡിലെ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ വന്ന് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ അവിടെ ഡൗൺലോഡ് ചെയ്തൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ 5ാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അതായത് നമ്മളിപ്പോൾ കൊറോണയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഫോണാണ്. അതായത് ഇപ്പം വലിയവരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ എല്ലാവരുടെ കയ്യിലും ഫോണാണ്. അപ്പോൾ മെയിനായിട്ട് എല്ലാവരും നോക്കുന്നത് എന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാം റീൽ അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സിലൊക്കെയാണ് മെയിനായിട്ട് ആൾക്കാർ അധികമായിട്ടും ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു വീഡിയോയിൽ ഏറ്റവും കിട്ടുന്ന ആപ്ലിക്കേഷനാണ് ഞാൻ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് തന്നെ വരുന്നത് സ്റ്റോപ്പ് സ്ക്രോൾ എന്നാണ്. ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇന്റർഫേസും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് 15 മിനിറ്റ് എന്നുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൻ്റെ താഴെയായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര ടൈമാണ് ഫോൺ ആ ഒരു സ്ക്രോളിങ് കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഡേ ലിമിറ്റ് എന്നുള്ള രീതിക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്തൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത് വെച്ചാൽ ടിക്ടോക്ക്, നമുക്ക് ഇപ്പോൾ ടിക്ടോക്ക് ബാൻ ആണ്. യൂട്യൂബ് ഷോർട്സ് ബാൻ ചെയ്യും. അതായത് ഇൻസ്റ്റാഗ്രാം റീല്, അതേപോലെ ഫേസ്ബുക്ക് റീല്, സ്നാപ്ചാറ്റ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവർ ബാൻ ചെയ്യുന്നത്. അതായത് നമുക്ക് ലിമിറ്റ് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം അത് 15 മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമേ വർക്കാവുള്ളൂ. ഇപ്പോൾ 15 മിനിറ്റ് ടൈം ലിമിറ്റ് വെച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ബ്ലോക്ക് കോൾ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിലായിട്ട് ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ബ്ലോക്ക് നോക്കിയാൽ ടിക്ടോക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ ബ്ലോക്കാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ജസ്റ്റ് യൂട്യൂബിലേക്ക് വരികയാണ്. യൂട്യൂബിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് യൂട്യൂബും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവും. ഇതെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഷോർട്സ് ആണ് ബ്ലോക്ക് ആയിട്ടുള്ളത്. നമ്മൾ ഷോർട്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതാ യൂട്യൂബ് ഷോർട്സ് നമുക്ക് കാണാൻ പറ്റില്ല. ഇതാ യൂട്യൂബ് ഷോർട്സ് നമുക്ക് കാണാൻ പറ്റില്ല. അതായത് സ്ക്രോൾ ചെയ്യാൻ പറ്റില്ല. യൂട്യൂബ് ഷോർട്സ് നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പം ഇവിടുന്ന് ക്ലിക്ക് ചെയ്താലും അത് ജസ്റ്റ് ബാക്ക് വരുന്നതാണ്. കണ്ടില്ലേ? ജസ്റ്റ് ഒരു 1 സെക്കൻഡ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ബാക്ക് വരുന്നതാണ്. അത് ഞാനിപ്പോൾ ഇൻസ്റ്റയിലേക്ക് വന്നിട്ടുണ്ട്. ഇൻസ്റ്റയിലേക്ക് വന്നിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ പേജ് തന്നെ എടുത്തിട്ടുണ്ട്. ഇതാ ഇൻസ്റ്റാഗ്രാം റീലും നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ജസ്റ്റ് ഇതേപോലെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബാക്ക് വരും. കണ്ട ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ബാക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒന്നും സ്ക്രോൾ ചെയ്യാൻ പറ്റില്ല. യൂട്യൂബ് ആയാലും ഇൻസ്റ്റ ആയാലും നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യുന്ന പരിപാടി നടക്കില്ല. സ്റ്റോപ്പ് സ്ക്രോൾ എന്നുള്ള ഒരു സംഭവം വർക്കിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഇനി ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പോൾ എല്ലാവർക്കും ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെയൊക്കെ ഫോൺ യൂസേജ് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവർക്ക് തന്നെ ഓഫ് ആക്കാൻ പറ്റുന്ന രീതിക്ക് വെക്കാൻ പാടില്ല. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക, ഒരു ടൈം ലിമിറ്റ് വെച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു ആപ്പ് ലോക്ക് സെറ്റ് ചെയ്യുക. ഒരു ആപ്പ് ലോക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ടൈം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട്
ഇൻസ്റ്റയും സ്ക്രോൾ ചെയ്യാൻ പറ്റില്ല, അതുപോലെ യൂട്യൂബ് ഷോർട്സും സ്ക്രോൾ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങൾ അവിടെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയ എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങൾ യൂസ് ചെയ്ത അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ പറയാം. അതുപോലെ ഇതുപോലെ കൂടുതൽ വീഡിയോസ് ശ്രദ്ധിക്കുക, അതായത് ഇതുപോലെ ആപ്ലിക്കേഷൻ്റെ ഗെയിംസ്, ഇതൊക്കെ ആയിരിക്കും എൻ്റെ ചാനലിൽ ഇനി അങ്ങോട്ട് വരുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന കുറേയധികം നല്ല ആപ്ലിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കമന്റ് സെക്ഷനിൽ സജസ്റ്റ് ചെയ്യാൻ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും. അതുപോലെ ആപ്ലിക്കേഷൻസ്, ഗെയിംസ്, നിങ്ങൾ കളിക്കുന്ന കില്ലൻ ഗെയിംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ബാക്കിയുള്ളവർക്കും കൂടെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇതുപോലെ കൂടുതൽ കണ്ടന്റ്സ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.